അപ്പോൾ ഗൈസ് ഞാൻ എല്ലാ കറക്കങ്ങളും കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന് ഞായറാഴ്ച ഞാൻ എത്തുന്നത് ഇന്നലെയാണ്. ഇന്നലെ രാത്രി വേറെ കുറച്ച് സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു. നമ്മൾ ഇടുക്കിയിൽ നിന്ന് വന്നിട്ട് അവർ നേരെ എൻ്റെ കൂട്ടുകാർ നേരെ അങ്ങ് അവരെല്ലാവരും വീട്ടിൽ പോയി. ഞാൻ എറണാകുളത്ത് പോയി. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പോയിട്ട് ഞാൻ ഇന്നലെയാണ് എത്തുന്നത്. ഞാൻ വീടെത്തിയപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് മാറി നിന്നിട്ട് ഏകദേശം ഒരു 10-12 ദിവസമാവും. അത്രയും ദിവസം ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു. ഇവിടെ ഫുള്ള് അലങ്കോലമായി കിടക്കുവാണ്. മഴ പെയ്ത് നല്ല മഴയായിരുന്നു. ഇങ്ങോട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഫുള്ള് ഇലയെല്ലാം വീണ്, വീടിൻ്റെ മുറ്റത്തെല്ലാം ഇല വീണ്, കാറ്റും മഴയെല്ലാം ആയതുകൊണ്ട് ഫുള്ള് അലമ്പായി കിടക്കുക. പിന്നെ ഫുള്ള് കാടായി ഇവിടെ. മഴയും കൂടെ പെയ്തപ്പോൾ ഇവിടെ ഫുള്ള് കാടായി. തോട്ടിൽ നല്ല വെള്ളമായി. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 10-11 മണിയാവും. ഞാൻ 10 മണി വരെ കിടന്നുറക്കുമായിരുന്നു. വേണ്ട വെള്ളം തോട്ടിൽ നല്ല വെള്ളമായി. ഞാൻ പോകുന്ന സമയത്ത് തോട്ടിൽ വെള്ളം കുറവായിരുന്നു. ഇപ്പം നല്ല വെള്ളമായി തോട്ടിൽ. കാണിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഇതുവരെ ഞാൻ ഇട്ടിട്ടുള്ള നമ്മുടെ കട്ടപ്പന സീരീസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ വീഡിയോ ഇടുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അല്ലാതെ എനിക്കറിയാൻ ഒരു വഴിയില്ല. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ പറയുന്ന സാധനം സ്കിപ്പായി പോവും. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് ഏതെങ്കിലും ഭാഗത്തൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മിസ്സായി പോകും. ചിലപ്പോൾ നല്ല കാഴ്ചകൾ ചിലപ്പോൾ കാണിക്കുന്നത് ഇടയ്ക്കൊക്കെ ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഓർഡറിലൊന്നും വീഡിയോ എടുത്ത് അറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെയായിരിക്കും എഡിറ്റ് ചെയ്യുമ്പോൾ ഇടുന്നത്. അങ്ങനെ ഇടാൻ നേരത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാൻ നേരത്ത് അപ്പോൾ ഞാൻ എടുത്ത ആ ഒരു എഫേർട്ടും പോവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നല്ല കാഴ്ചയും മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോ കാണണം. പിന്നെ വീഡിയോയിൽ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്താനുണ്ടെങ്കിലോ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അത് കണക്ക് നന്നായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലുക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു കുറച്ച് മുടിയുള്ള ലുക്കായിരിക്കും. പക്ഷെ ഞാൻ അതിന് ശേഷം മുട്ടയടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാക്കി മാറ്റി എൻ്റെ രൂപം. ഭയങ്കര താരനാണ്. താരൻ എന്ന് പറഞ്ഞാൽ അൺസൈക്കബിളായിട്ടുള്ള താരനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളങ്ങ് വടിച്ചിറക്കി. ഇവിടെ നല്ല വെള്ളമായി. ഞാൻ നേരത്തെ തോട്ടിലെ വീഡിയോ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല. പക്ഷേ നേരത്തെ ഒട്ടും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് സെറ്റായപ്പോൾ ഇവിടെ നല്ല വെള്ളമായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇന്നലെയാണ് അപ്പോൾ വീടെത്തി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഫുള്ള് ഏകദേശം മഴയൊക്കെ പെയ്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷിംഗ് വീഡിയോ ഇല്ലേ, അത് ഞാൻ അന്ന് ഇട്ട സമയത്ത് അത് ഭയങ്കര അത് എക്സ്പെക്റ്റ് ചെയ്യാതെ എടുത്ത വീഡിയോ ആണ്. അതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഫിഷിങ്ങിൻ്റെ രീതിയിൽ ആ വീഡിയോ കാണാൻ പറ്റാത്തത്. പക്ഷെ അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ മാത്രമല്ല, നമ്മൾ ഒരു ഫിഷിംഗ് വീഡിയോ സെറ്റാക്കുന്നതായിരിക്കും. കഴിഞ്ഞ ഫിഷിംഗ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം, നിങ്ങൾ പോയി നോക്ക്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ സെറ്റായിട്ട് നമുക്ക് അടിപൊളി ഫിഷിംഗ് വീഡിയോ സെറ്റാക്കണം. ഞാൻ അത് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ട എൻ്റെ ബാക്കിലെ അവസ്ഥ ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ. അപ്പോൾ ഇവിടെ മഴ ആയിക്കഴിഞ്ഞാൽ സെറ്റാണ്. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോസ് ഓൺ ദ വേ ആണ്. ഞാൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് അത് നിങ്ങൾ ട്രാവലിംഗ് വീഡിയോ ആണ് എന്നുള്ള രീതിയിലൊന്നും വിലയിരുത്തരുത്. അത് ഞാൻ ഞാൻ ട്രാവലിംഗ് വീഡിയോ എന്നുള്ള രീതിയിൽ എടുക്കുന്ന സാധനമല്ല. അത് നമ്മുടെ ആ ഒരു മൊമെൻ്റ് ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നു. അല്ല, അതൊരു ട്രാവലിംഗ് വീഡിയോൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ നോക്കരുത്. അത് അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. അപ്പോൾ ഇനിയും കുറച്ച് വീഡിയോസ് വരാനുണ്ട്. ഞാൻ ഇതുവരെ ഇട്ടത് നമ്മുടെ കട്ടപ്പനയിലുള്ള കാര്യങ്ങളാണ്. ഇനി കട്ടപ്പനയിൽ നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് പോവുക. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്ന തൊടുപുഴയിലെ വീഡിയോസാണ്. തൊടുപുഴയിൽ നല്ല അടിപൊളി വീഡിയോസ്. ഞാൻ ജനിച്ച് വളർന്നത് തൊടുപുഴയാണ്. അപ്പോൾ
എൻ്റെ അവിടുത്തെ വീടും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആ വീഡിയോസ് ഓൺ ദ വേ ആണ്. ഞാൻ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തൊടുപുഴയിലെ വീഡിയോസ് വരാൻ കിടക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം പറയാൻ കൂടിയാണ് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നേരെ ഞാൻ വീട്ടിലോട്ട് കയറി പോട്ടെ. വീട്ടിൽ കുറച്ച് അധികം പണികളുണ്ട്. ഞാനിവിടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് വീട്ടിലുണ്ട്. അപ്പോൾ കുറച്ച് പണികളുണ്ട്, അതെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇടുക്കിയിലെ വീഡിയോസ് തീർന്നിട്ടില്ല. നമ്മുടെ ഇതുവരെയുള്ള വീഡിയോസ് ഞാൻ കട്ടപ്പനയുള്ള വീഡിയോസ് മൂന്നോ നാലോ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ആ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അടുത്ത തൊടുപുഴ സീരീസ് കണ്ടു. കാരണം എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് കണക്ട് ചെയ്ത് പറയുന്നതായിരിക്കും, നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അപ്പോൾ അത് കണ്ടിട്ട് വരിക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഇനി കൊണ്ടുവരികയാണ്. ഓക്കെ, ബൈ ഗൈസ്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ടത്. ഓക്കെ, ബൈ ഗൈസ്. ഇവിടുത്തെ വീടിൻ്റെ ഇവിടെ ഫുള്ള് മഴ പെയ്ത് ചവറായി അലങ്കോലമായിട്ട് കിടക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ സെറ്റാക്കട്ടെ. ബൈ. അടിപൊളി മഴ വരുന്നു. മഴ ഈസ് കമ്മിങ്. ഞാൻ പറഞ്ഞില്ലേ ഉള്ളൂ മഴയുടെ കാര്യം. മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു ഗൈസ്, മഴ പെയ്യുന്നു. അപ്പോൾ ഓക്കെ, ബൈ.